ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ ലാലേട്ടൻ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് ലാലേട്ടൻ്റെ വില്ലൻ കടന്നു വരികയാണ്. ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആരുമല്ല, കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമയിലെ ലാലേട്ടൻ്റെ കഥാപാത്രമായ കിരാതയിൽ 15 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വേഷമാണ് ലാലേട്ടൻ ചെയ്യുന്നതെന്നാണ് എൻ്റെ സംവിധായകൻ പറഞ്ഞത്. 3 മണിക്കൂർ 10 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയാണെന്നും അതിൽ 15 മിനിറ്റോളം വരുന്ന സീരിയസ് ആയിട്ടുള്ളൊരു കഥാപാത്രം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇമോഷണൽ കണ്ടന്റ് ഉള്ളൊരു കഥാപാത്രമാണ് ലാലേട്ടൻ അവതരിപ്പിക്കുന്നതെന്നാണ് ചിരിപ്പിക്കുകയാണ് അതിൻ്റെ സംവിധായകൻ പറഞ്ഞത്. അപ്പം നമ്മൾ ഈ ചാനലിലൂടെ തന്നെ ലാലേട്ടൻ്റെ ആ കഥാപാത്രത്തിനെ കുറിച്ച് നല്ല രീതിയിൽ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട്. അപ്പം കുറേ മോഹൻലാൽ ഫാൻസുകാർ വന്നിട്ട് അവർക്കും അത് ഇഷ്ടമില്ല. ആ ക്യാരക്ടർ പ്രാർത്ഥിച്ചാണ് ഇരിക്കുന്നത്, ഇതെങ്കിലും നന്നാവണം, അല്ലെങ്കിൽ ഇതും കൂടെ നന്നായ പിന്നെ ലാലേട്ടൻ 2025 സൂപ്പറായിരിക്കും എന്നൊക്കെ അവർ തന്നെ വിചാരിക്കുന്നുണ്ട്. എന്നാലും അവർ നമ്മളിങ്ങനെ പുച്ഛിക്കുന്ന കാണുമ്പോഴത്തേക്കും അവർ കുറേ കമൻറ്റുകളൊക്കെ ഇടും. നീ പോയി സിനിമ ആദ്യം സിനിമ കണ്ടു നോക്ക്, ഇത് ഏറ്റവും വലിയ മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ ചരിത്ര പ്രാധാന്യമുള്ള കഥാപാത്രമായിരിക്കും. നമ്മൾ കുറേ ചരിത്ര പ്രാധാന്യമുള്ള കഥാപാത്രം ലാലേട്ടനെ കണ്ടിട്ടുണ്ട്. ലാലേട്ടന് പറ്റുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, അത് ചെയ്യാതെ നമ്മൾ കുറ്റം പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ധ്യാൻ ശ്രീനിവാസന്റെ കഥ പറഞ്ഞ പോലെയാണ്. ധ്യാൻ ശ്രീനിവാസന്റെ പടം എല്ലാം പൊട്ടും, എന്നാലും ധ്യാൻ ശ്രീനിവാസൻ അതുപോലത്തെ വധ സിനിമയ്ക്ക് തലവെച്ച് കൊടുക്കും. അതുപോലെ തന്നെയായിരിക്കും മിക്കവാറും ലാലേട്ടൻ്റെ കഴിഞ്ഞ ഈ നമ്മുടെ തുടരും ഇറങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടം അതുപോലുള്ള കാലഘട്ടമായിരിക്കും. പക്ഷെ ഇനി അങ്ങോട്ട് അങ്ങനെ അല്ലെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം ഇതേപോലത്തെ ഈ ഋഷഭയും കണ്ണപ്പയും ഇതുമൊക്കെ ഇതിനു മുമ്പേ തലവെച്ച് കൊടുത്ത സിനിമകളാണ്. അതൊക്കെ വന്നു പോവും, അത് നമുക്ക് കുറ്റം പറയേണ്ടതില്ല. പക്ഷെ അതൊക്കെ ഒരു നമ്മൾ തിരിച്ചു വന്ന ലാലേട്ടൻ്റെ ഒരു തിരിച്ചു പോക്കാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം അതൊന്നും ഈ തുടരും എന്നുള്ള സിനിമയ്ക്ക് ശേഷം ഷൂട്ട് ചെയ്യുന്നതോ സെലക്ട് ചെയ്തതോ ആയിട്ടുള്ള സിനിമകളല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമകളുടെ കഥാപാത്രത്തിനെ കുറിച്ച് ലാലേട്ടൻ്റെ തിരിച്ചു പോകുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പറഞ്ഞു വരുമ്പോൾ അതൊരു തിരിച്ചു പോക്കായിട്ട് മാറാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും നല്ലൊരു തിരിച്ചു വരവ് നടത്തിയ ലാലേട്ടൻ തുടരും എന്ന് പറഞ്ഞ സിനിമയിലൂടെ, എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെ അല്ല, തുടരും എന്ന് പറഞ്ഞ സിനിമയിലൂടെ ലാലേട്ടൻ ഇത്രയും വലിയൊരു തിരിച്ചു വരവ് നടത്തിയിട്ട് ഒരു തിരിച്ചു പോക്കായി മാറുമോ? കാരണം കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ലാലേട്ടൻ്റെ കഥാപാത്രം വെറും 15 മിനിറ്റ് മാത്രമുള്ള ഒരു ഗസ്റ്റ് റോളാണ്. അതായത് നമ്മുടെ കാപ്പാൻ സിനിമ പേരെന്തോന്നു കാപ്പാൻ തന്നെ. കാപ്പാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് സൂര്യയുടെ കൂടെ വന്നൊരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു ലാലേട്ടൻ. അതിൻ്റെ ഒരു പ്രൈം മിനിസ്റ്റർ ആയിട്ട്, എന്നിട്ട് ഇന്റർവെല്ലിന് മുമ്പ് തന്നെ വെടികൊണ്ട് മരിക്കുന്നൊരു കഥാപാത്രം. അതുപോലെ ഒരു കഥാപാത്രം മാത്രമായിരിക്കും കണ്ണപ്പ എന്ന് പറയുന്ന സിനിമയിലെ ലാലേട്ടൻ്റെ കഥാപാത്രം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത കഥാപാത്രമാണ് ആ സിനിമയ്ക്കകത്ത്. സിനിമ പൊട്ടുകയോ പരാജയപ്പെടുകയോ അതൊന്നും ഒരു പ്രശ്നമുള്ള കേസല്ല. ഈ 15 മിനിറ്റ് ലാലേട്ടൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും അത് മാത്രമേ നമ്മൾ മലയാളികൾ നോക്കുകയുള്ളൂ. ലാലേട്ടൻ്റെ കാര്യത്തിൽ ലാലേട്ടൻ്റെ തിരിച്ചു വരവും ഒക്കെ ആ 15 മിനിറ്റിൽ ലാലേട്ടൻ്റെ പെർഫോമൻസിനെ പുറത്തെടുക്കും തമിഴിൽ പറയുകയാണെങ്കിൽ. അല്ലാതെ ലാലേട്ടൻ്റെ ആ സിനിമ വിജയിച്ചാൽ മാത്രമേ ലാലേട്ടൻ്റെ തിരിച്ചു വരവാകുള്ളൂ എന്ന് വിചാരിച്ച് ഒരു മമ്മൂട്ടി ഫാൻസുകാരും ഇരിക്കേണ്ട. ആ 15 മിനിറ്റ് ലാലേട്ടൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, തിയേറ്ററിനകത്ത് കയ്യടിയാണോ മടൽ കൊണ്ടാണോ കവളി മടൽ കൊണ്ടാണോ നോക്കിയാൽ മതി. കയ്യടി ആണെങ്കിൽ അത് ലാലേട്ടൻ്റെ തിരിച്ചുവരവിന് ഒരു പാളിച്ചയുമില്ല. അഥവാ ചിരിയും കോമഡിയും കയ്യടിയും ബഹളവും ആർപ്പുളിയും അങ്ങനെ ഒരു നമ്മുടെ ഓരിയിടലും അങ്ങനെയൊക്കെ ഉള്ളൊരു കളിയാക്കൽ രീതിയിലാണ് തിയേറ്ററിൽ പോകുന്നതെങ്കിൽ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അത് വമ്പം പരാജയമാണ്. ലാലേട്ടൻ്റെ കരിയർ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കരിയർ ഫ്ലോപ്പ് കഥാപാത്രമായിട്ട് ചിലപ്പോൾ ഈ സിനിമയിലെ കിരാത കഥാപാത്രം മാറാനുള്ള സാധ്യതയുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ. ഞാൻ ഈ ചാനലിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു 90% കറക്റ്റായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. 95% കറക്റ്റായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. ആകെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയത്, എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിലെ ഗസ്റ്റ് റോളുകളുടെ കാര്യം. അത് എല്ലാവർക്കും തെറ്റിപ്പോയ കാര്യമാണ്. കാരണം അതിനകത്തുള്ള അണിയർ പ്രവർത്തകർക്ക് പോലും ഇതിൻ്റെ അവസാനത്തെ ആ ഒരു റിക്കിയുവിനെ കൊണ്ടുവന്ന കാര്യം ആർക്കും അതിനകത്ത് അറിഞ്ഞുകൂടായിരുന്നു. പൃഥ്വിരാജ് മാത്രം, അല്ലെങ്കിൽ പൃഥ്വിരാജും വെളിയിലുള്ള ഒരാളും കൂടെ ചേർന്ന് ചെയ്ത ഒരു ചെറിയൊരു ക്ലിപ്പിങ്സ് ആണ് അവസാനം ഇട്ട് സിനിമ അവസാനിപ്പിച്ചത്. അപ്പം അത് നമുക്ക് നോക്കണ്ട. നിങ്ങൾക്ക് അധികം കാത്തിരിക്കണ്ടല്ലോ, കഞ്ഞി വെന്തോന്ന് നോക്കാൻ അധികം കാത്തിരിക്കണ്ടല്ലോ, തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഉടനെ തന്നെ അത് തിളച്ച് പൊങ്ങും. അപ്പോൾ നമുക്കറിയാം ലാലേട്ടൻ്റെ കഥാപാത്രം എങ്ങനെയായിരിക്കുമെന്ന്. നമ്മൾ കളിയാക്കണമെന്നും അല്ല, ലാലേട്ടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തന്നെ, നിങ്ങളെ പോലെ തന്നെ. നല്ല സിനിമ വന്നാൽ നല്ല സിനിമയെന്നേ പറയുള്ളൂ, അല്ലെങ്കിൽ നല്ല സിനിമയെന്ന് തോന്നുന്ന സിനിമകളെ പോലും നല്ല സിനിമയെന്നേ പറയുള്ളൂ. അതിന് ഉത്തമ ഉദാഹരണമാണ് തുടരും എന്ന് പറഞ്ഞ സിനിമ. ഞാൻ ഒരു ലാലേട്ടൻ ഹേറ്റർ ആയിരുന്നു എങ്കിൽ എനിക്ക് തുടരും എന്ന് പറഞ്ഞ സിനിമ ഇത്ര നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യേണ്ടതും അത്ര നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമയെ ഞാൻ തിയേറ്ററിൽ റെസ്പോൺസിൽ ഞാൻ നല്ല രീതിയിൽ എനിക്കറിഞ്ഞൂടെ. ഞാൻ സിനിമ കണ്ട് ഇറങ്ങി വന്നതേ ഉള്ളൂ. അന്ന് തന്നെ ഞാൻ പറഞ്ഞു ആ സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് ആകും. അതൊരു സിനിമ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റൂടെ. അത് സിനിമ ചിലപ്പം നമുക്ക് നല്ല രീതിയിൽ പ്രതീക്ഷ തരുന്ന സിനിമയാണെങ്കിൽ നമുക്കതിൻ്റെ ചെറിയ സ്റ്റില്ലുകൾ വരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ആ സിനിമയുടെ എങ്ങനെയായിരിക്കും ആ സിനിമയിൽ ലാലേട്ടൻ്റെ പെർഫോമൻസ്. അതുവരെ അതിൻ്റെ
അണ്ടിയോട് അടുക്കണ്ട മാങ്ങയുടെ ഉള്ളിൽ പറയാൻ, മാങ്ങ കാണുമ്പോൾ അറിയാം ചിലർക്ക്. അതുപോലെ തന്നെയാണ് മോഹൻലാൽ സിനിമകൾ. ഓക്കെ, അപ്പം ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പം നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാന്യമായ രീതിയിൽ കമന്റ് ബോക്സിലിടാം.